കൂടെ വാക്യം വായിക്കും. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു. ഒന്ന് ആ കരം നെഞ്ചത്തോട്ട് വെച്ചിട്ട് ആ വാക്കൊന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ, ഞാൻ എന്തെങ്കിലും ആയിരിക്കുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള, അത് പേഴ്സണലാണ്, അത് വ്യക്തിപരമാണ്. എന്നോടുള്ള എൻ്റെ ദൈവത്തിൻ്റെ കൃപ ഒരിക്കലും വ്യർത്ഥമാകത്തില്ല. ഈ വർഷം എൽഷദായ് സഭയോടുള്ള ബന്ധത്തിൽ the year of great grace ആണെന്ന് വിശ്വസിക്കുന്ന എത്ര പേർ? എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമാകത്തില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അധ്വാനിച്ച ആളാണ്. പക്ഷെ പൗലോസ് പറയുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടുള്ള ദൈവത്തിൻ്റെ കൃപയാണ്. ഈ ബോധ്യമുള്ളവർ ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച്, എൻ്റെ കഴിവല്ല, ഈ കഴിഞ്ഞൊരാഴ്ചക്കാലം ഞാൻ നിന്നത് എൻ്റെ മിടുക്കല്ല, എൻ്റെ കർത്താവിൻ്റെ കൃപയാണ്, 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 കൃപയാണ്. ആത്മാവിൽ പ്രാർത്ഥിച്ച് ഈ ഒരു സഭായോഗത്തിന് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ മനുഷ്യൻ പുറമേ ഉള്ളതിനെ നോക്കി വിധിക്കുന്നവരാണ്. ഇശായിയുടെ മക്കളിൽ കഴിവുള്ള, തൻ്റെ ഇടമുള്ള, മിടുക്കുള്ള, ആരോഗ്യമുള്ള, യുദ്ധം ചെയ്യാൻ അറിയാവുന്ന അവൻ്റെ മക്കളെ മുഴുവൻ നിരത്തി നിർത്തുമ്പോൾ അതിൽ യുദ്ധം ചെയ്യാൻ അറിയാത്ത, വലിയ ഉയരമില്ലാത്ത, വലിയ മസിൽ പവർ ഇല്ലാത്ത ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അവൻ വീട്ടിലില്ലായിരുന്നു, അവൻ കാട്ടിലായിരുന്നു. പക്ഷെ പ്രവാചകനായ സാമുവേൽ പറയുന്നുണ്ട്, ഇശായോട് ചോദിക്കുകയാണ്, ഇനി നിന്റെ വീട്ടിനകത്ത് നിന്റെ മക്കളുമാരിൽ ആരെങ്കിലും നിനക്കുണ്ടോ? ഇശായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇശായി ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തതാണ് നല്ലത്. മനുഷ്യൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ദൈവം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയല്ല. ഇശായിക്ക് പറയാതിരിക്കാൻ പറ്റാതെ വന്നപ്പോൾ, രക്തസ്രവക്കാരി സ്ത്രീക്ക് മറഞ്ഞിരിക്കാൻ കഴിയാതെ വന്നപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇശായിക്ക് പറയാതിരിക്കാൻ പറ്റാതെ വന്നപ്പോൾ അവൻ പറഞ്ഞു, ഒരുത്തനുണ്ട് കാട്ടില, വിളിക്കണോ? ശമൂവേൽ പറയുന്നു, അവനെ വിളിപ്പീൻ, അവൻ വരാതെ ഞാൻ ഈ പന്തിയിൽ ഇരിക്കില്ല. ഇന്ന് പകൽ അവിടെ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനമുണ്ട്. മനുഷ്യൻ പുറമേ ഉള്ളതിനെ നോക്കുന്നു, മലയാളി പുറമേ ഉള്ളതിനെ നോക്കുന്നു, പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നവൻ പുറമേ ഉള്ളതിനെ നോക്കുന്നു. പക്ഷെ യഹോവയോ ഹൃദയത്തെ അറിയുന്നു. എൻ്റെ ഉള്ളത്തെ തൂക്കി നോക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ മുൻപിൽ നിഷ്കളങ്കതയോടെ, ആരാധനയോടെ, ഭയഭക്തിയോടെ എനിക്ക് പറയാൻ കഴിയട്ടെ, കഴിവല്ല കർത്താവേ, നിന്റെ കൃപയാണ്. ഞാനല്ല കർത്താവേ, എൻ്റെ കൂടെയുള്ള നിന്റെ കൃപയാണ്. എൻ്റെ ബലമല്ല കർത്താവേ, നിന്റെ കൃപയാണ്. ആ കരങ്ങളെ ഉയർത്തി, ശബ്ദമുയർത്തി ഈ ഞായറാഴ്ച പകലിൽ അനേക രോഗികളെ കർത്താവ് ഈ കൂടാരത്തിൽ സൗഖ്യമാക്കുവാൻ നിൽക്കുകയാണ്. ഞാൻ ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു എന്നുള്ള എത്ര പേരുണ്ട്? 2023 വർഷങ്ങൾക്ക് മുൻപ് അന്ധന്റെ കണ്ണുകളെ തുറന്നവൻ, ചെകിടന്റെ ചെവിയെ കേൾപ്പിച്ചവൻ, ഊമരെ സംസാരിപ്പിച്ചവൻ, മരിച്ചവരെ ഉയർപ്പിച്ചവൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയവൻ, മുടന്തന്മാരെ നടത്തിയവൻ, അലറി വിളിക്കുന്ന സാഗരത്തിന്റെ തിരകളുടെ മുകളിലൂടെ പാദങ്ങളൂന്നി നടന്നവൻ, മരിച്ച ലാസറിനെ 4-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവന്നവൻ. ബൈബിൾ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഉറപ്പാണ് സ്വർഗത്തിലെ ദൈവത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന സൗഖ്യങ്ങൾ. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് മറക്കുവാൻ കഴിയാത്ത ഒരാത്മീക അനുഭവം ഉണ്ടായ സൺഡേ ആണ്. എറണാകുളം ചർച്ചിൽ
അന്ന് ലൈവ് സർവീസ് ട്രിവാൻഡ്രത്തു നിന്നായിരുന്നു. പക്ഷേ അന്ന് എറണാകുളത്ത് നിന്ന് ലൈവ് ടെലികാസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. എറണാകുളം ചർച്ചിൽ ദൈവദാസനെ ആരാധനയ്ക്കായി കയറി നിൽക്കുമ്പോൾ അലക്സ് അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പൊടുന്നനവേ അസാധാരണമായ ഒരാത്മസാന്നിധ്യം ആലയത്തിൽ വെളിപ്പെട്ടു. ആത്മീയരായ പലർക്കും അത് ആത്മാവിൽ ബോധ്യമായി. ആ സമയത്ത് പൊടുന്നനവേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയെ അറിയിച്ചു, ഇന്നൊത്തിരി പ്രിയമുള്ളവർ ഈ ആലയത്തിനകത്ത് സുഖം പ്രാപിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ പോവുകയാണ്. ബ്രദർ അലക്സിനും ഞങ്ങൾക്കും ഒക്കെ ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത്, ആ സാഹചര്യത്തിൽ ആ ശുശ്രൂഷയുടെ നിയന്ത്രണം പൂർണ്ണമായി പരിശുദ്ധ ആത്മാവ് ഏറ്റെടുത്തു. ഞങ്ങൾ നോക്കി നിൽക്കെ ഒത്തിരി പ്രിയമുള്ളവർ, അതുവരെ അനങ്ങാതെ നിന്നവർ, അതുവരെ അലക്ഷ്യരായി നിന്നവർ പലരും, എല്ലാവരുമല്ല പലരും കൈകൾ ഉയർത്തി കരയുന്നത് കണ്ടു. ആരുടെ മേളിൽ കൈവെക്കാതെ ജനമാത്മവിവശതയിലേക്കും ദൈവശക്തിയിലേക്കും കടന്നു പോകുന്ന കാഴ്ച കണ്ടു. വീണ്ടും ദൈവാത്മാവ് ആവർത്തിച്ചു പറഞ്ഞു, ഇന്ന് ഈ ആലയത്തിൽ യേശു കർത്താവ് ഇറങ്ങി വന്ന് അനേകരെ സുഖപ്പെടുത്തുകയാണ്. അത് ലിറ്ററലി ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞാനും നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൽ ചിലവർ രോഗികളായി കിടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പലയിടത്തും പലരും പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞത് എനിക്കറിയാം. ആ ഒരു സാന്നിധ്യം ഇറങ്ങി നിൽക്കുമ്പോൾ ഞാൻ അവരുടെ എല്ലാം പേര് പറഞ്ഞ് ഞാൻ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം ഭയങ്കര ഒരു ഹീലിംഗ് പ്രസൻസ് അവിടെ ഇറങ്ങി നിൽക്കുകയായിരുന്നു. ഒരിക്കൽ മോശ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, അങ്ങയുടെ പേരെന്താണ്? ഞാൻ മിസ്രൈമിൽ ചെല്ലുമ്പോൾ, ഞാൻ ഫറവോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഫറവോ എന്നോട് ചോദിക്കും, നീ ആരാൽ അയക്കപ്പെട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഞാൻ എന്തു പറയും നിന്റെ പേര്? ദൈവം മോശയോട് പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നിനക്ക് എന്താകണമോ, നീ എന്ത് വിശ്വസിക്കുന്നോ, ഞാൻ അതായിരിക്കും നിനക്കായി. എന്നാൽ ഒരിക്കൽ ദൈവം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സെൽഫ് ഇൻട്രൊഡ്യൂസ്. വ്യക്തിപരമായി ദൈവം ആരാണെന്ന് ദൈവം പറഞ്ഞു. അത് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലാണ് തന്റെ ജനമായ ഇസ്രായേലിനോട് പുറപ്പാട് 15-ന്റെ 26-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 53-ാം അധ്യായം 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആരുടെയും തലയിൽ കൈവച്ചില്ല. ഞാൻ ആ സ്റ്റേജിൽ നിന്ന് ഒരു സ്റ്റെപ്പ് താഴോട്ട് പോലും ഇറങ്ങിയില്ല. അന്ന് സൗഖ്യമായവർ അനവധി പേരാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ പറയണമെങ്കിൽ കഴിഞ്ഞ 25 വർഷമായി എനിക്കറിയാം, ഇന്ന് വരെ ഒരു രോഗിയെ ഞാൻ സുഖപ്പെടുത്തിയിട്ടില്ല. ഒരാരാധനയിലും, ഒരു ശുശ്രൂഷകളിലും, ഒറ്റ മീറ്റിങ്ങുകളിലും എനിക്കാരെയും സൗഖ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ യേശു കർത്താവ്, ഞാൻ പ്രാർത്ഥിച്ച സമയങ്ങളിൽ, ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയങ്ങളിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈയടിക്കാം. ഇല്ലാത്തവരും കൈയടിക്കണ്ട. കർത്താവിനൊന്ന് മഹത്വം കൊടുക്കാം. കർത്താവിനൊന്ന് മഹത്വം കൊടുക്കാം. പക്ഷെ
പക്ഷേ ഞാനും പൊട്ടിക്കരഞ്ഞുപോയി. കഴിഞ്ഞ ഞായറാഴ്ച അതിൽ എനിക്ക് തോന്നുന്നു മക്കളെ എത്ര പേര് സാക്ഷ്യം പറയാൻ വന്ന് കാണും? 25ഓളം ആളുകൾ സാക്ഷ്യം പറയാൻ വന്നു. ആ മൊമെന്റിൽ ഞാൻ പ്രതീക്ഷിച്ചതല്ല അങ്ങനെ ഒരു കാര്യം ഇവിടെ സംഭവിക്കുമെന്ന്. അതിലൊരു 3 പേരുടെ സാക്ഷ്യം എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ അവരോട് വീണ്ടും വീണ്ടും ചോദിച്ചു. എനിക്ക് അത്രയും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ലെന്ന് കൂട്ടിക്കോ. ഞാൻ അവരോട് വീണ്ടും വീണ്ടും ചോദിച്ചു, ശരിയാണോ, ഉള്ളയാണോ, എങ്ങനെ അറിയാം? അവരങ്ങ് പൊട്ടിക്കരയാണ്. കരഞ്ഞിട്ട് പറയുന്നു, ബ്രദറെ, നട്ടലിന്റെ അവിടെ ആ ഭാഗത്ത് ബോൺ ബൾജ് ചെയ്ത് എന്നെ പിടിച്ചോണ്ടാണ് വന്നത്. വണ്ടിയിൽ നിന്നിറങ്ങിയാൽ 2 പേരുടെ സഹായം ഇല്ലാതെ എനിക്ക് നടക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ചർച്ചിൽ വന്നതോ? ഉടനെ വിനോദ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചർച്ചിലെ ജീസസ് ഈശോ ചർച്ചിലെ അല്ലെ, വിനോദ് അല്ലായിരുന്നോ? വിനോദ് ബ്രദർ മുന്നിലോട്ട് വന്നിട്ട്, പാസ്റ്റർ, ഇവര് കാർ പാർക്കിങ്ങിന്റെ അവിടെ ഇറങ്ങിയിട്ട് ഇവർക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ മേല. ഇവരുടെ കൂടെ വണ്ടി ഓടിച്ചോണ്ട് വന്ന സഹോദരൻ പുറത്തിറങ്ങി ഇവരെ ഇറക്കാൻ ശ്രമിക്കുന്നു. ഇവർ ആരോഗ്യമുള്ളൊരു സ്ത്രീയാണ്. അതുകൊണ്ട് ഇവരെ തന്നെ ആ സഹോദരനെ പിടിച്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഞങ്ങൾ വോളണ്ടിയേഴ്സ് എല്ലാം കൂടെ ചേർന്നാണ് ഇവരെ ഒരു പരുവത്തിന് പിടിച്ച് വാതിൽ വരെ എത്തിച്ചത്. പിന്നെ അവർക്ക് ഒരു സ്റ്റെപ്പ് നടക്കാൻ വയ്യ. ഞങ്ങൾ അകത്ത് കിടന്ന കസേര എടുത്തുകൊണ്ട് വന്ന് പുറത്തിട്ട് അവരെ കുറച്ചു നേരം അവിടെ ഇരുത്തി, അവരെ റെസ്റ്റ് കൊടുത്തു. വീണ്ടും അവർ എഴുന്നേറ്റു. അവരൊരു പരുവത്തിനാണ് ചർച്ചിലെത്തിയത്. അവർ സ്റ്റേജിൽ വന്ന് പറയുന്നു, ഇപ്പോൾ ആ ബൾജിങ് അവിടെ കാണുന്നില്ല. രണ്ട് ആ ഓഡിറ്റോറിയത്തിലൂടെ, ആ ഹോളിനകത്തൂടെ ഈ സഹോദരി ഇത്രയും ജനം കാണുകെ ഓടിക്കാണിച്ചു. ഞാനിതെങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഞാനിതെങ്ങനെ പറയാതിരിക്കും? എന്റെ ദൈവം ഒളിവിലല്ല. എന്റെ ദൈവം ചില കള്ളന്മാരെ പോലെ ഒളിവിലല്ല. എന്റെ ദൈവം ലീവിലല്ല. എന്റെ ദൈവം മോർച്ചറിയിലല്ല. എന്റെ ദൈവം ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണ്. എന്റെ കർത്താവ് കല്ലറയിലല്ല, കബറിലല്ല, സെമിത്തേരിയിലല്ല. എന്റെ കർത്താവ് ഇന്നും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ്. ആ സഹോദരി ആ പ്ലാറ്റ്ഫോമിൽ നെടുമ്പാട് വീണ് അവരുടെ കൂടെ വന്ന സഹോദരനും പൊട്ടിക്കരയുകയാണ്. അവരാദ്യമായിട്ടാണ് ചർച്ചയിൽ വരുന്നത്. നെയ്യാറ്റിൻകരയിൽ നിന്നാണ് അവർ എറണാകുളത്ത് വന്നത്. അവരാദ്യമായിട്ടാണ് വരുന്നത്. അവർക്ക് ആലയം വിട്ട് പോകാൻ തോന്നുന്നില്ല. കാരണം അവർക്ക് തന്നെ പറയാൻ കഴിയുന്നില്ല അവരിലുണ്ടായ അനുഭവം. ഇത് യേശു കർത്താവ് ഒരനുഭവമാണ്. ഇന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ഈ കർത്താവിനെ നിനക്ക് അനുഭവിക്കാൻ കഴിയും. ഈ ആരാധനയുടെ നടുവിൽ എൻ്റെ ശരീരത്തിൽ എൻ്റെ കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി ഇന്ന് പകൽ എനിക്ക് അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇതൊരു മനുഷ്യൻ ചെയ്യുന്നതല്ല. ഞാൻ വീണ്ടും ആ കഴിഞ്ഞ ഞായറാഴ്ചത്തെ മൂവ്മെന്റ് എനിക്ക് മറക്കാൻ കഴിയുന്നതല്ല ബ്രദറെ. ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയില്ല, ഒരു മനുഷ്യന്റെയും തലയിൽ കൈവച്ചില്ല, ഒരാളെയും വ്യക്തിപരമായി കണ്ട് പ്രാർത്ഥിച്ചില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി. ആ പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ, ആ ആരാധന ഉയരാൻ തുടങ്ങിയപ്പോൾ അവിടെ ഇറങ്ങി വന്ന സാന്നിധ്യം ജനത്തെ സുഖപ്പെടുത്തുവാൻ വന്ന സാന്നിധ്യമാണ്. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങൾ ഇന്നത്തെ ഫ്ലയറിലോ നോട്ടീസിലോ ഒന്നും ഹീലിംഗിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ടെന്ന് കണ്ടില്ലല്ലോ. പക്ഷെ ഞാൻ ഈ ആരാധനയിൽ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആ സാന്നിധ്യം ഞാൻ ഇവിടെ അനുഭവിക്കുകയാണ്. സ്വീകരിക്കുവാൻ വിശ്വസിക്കുവാൻ കഴിയുവാണെങ്കിൽ ആ ഇരിക്കുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നിൽക്കുന്നവരെല്ലാം ഒന്ന് കൈകളെ ഉയർത്തിയേ. കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയേ.
കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. യേശുവേ, സുഖപ്പെടുത്തുന്ന കർത്താവേ, സൗഖ്യമാക്കുന്ന യഹോവേ, മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന കർത്താവേ, ഓ റബ ശകതലബയറ റബ തലമകോതുരുസ്. യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചേ മക്കളെ. സൗഖ്യമാക്കുന്ന സാന്നിധ്യം നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ കഴിയുന്നു. സൗഖ്യമാക്കുന്ന സാന്നിധ്യം, സുഖപ്പെടുത്തുന്ന സാന്നിധ്യം. നിങ്ങൾക്ക് എവിടെയാണോ പ്രയാസമുള്ളത്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്കറിയാം നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം, നിങ്ങൾക്കറിയാം നിങ്ങൾ അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ട്. അതെവിടെയാണെങ്കിലും അവിടേക്ക് നിങ്ങളുടെ കരങ്ങളെ ഒന്ന് വെക്കാവോ. അതൊരു ട്യൂമറാണ്, മുഴയാണെങ്കിൽ ആ മുഴയുള്ള ഭാഗത്ത് കൈവയ്ക്കാവോ. അത് ഷോൾഡറിലാണെങ്കിൽ ആ പൊക്കാൻ കഴിയാത്ത, ഉയർത്താൻ കഴിയാത്ത ഷോൾഡറിൽ ആ കരങ്ങളെ വെക്കാവോ. ഓൺലൈനിൽ ലൈവായിട്ട് ഞങ്ങളെ കാണുന്ന പ്രിയപ്പെട്ടവർ, സൗഖ്യമാക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനും മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. നിങ്ങൾ എവിടെയാണ് പ്രയാസം അനുഭവിക്കുന്നത്, അവിടെ കരങ്ങളെ വെച്ച് യേശുവിനോട് പ്രാർത്ഥിക്കുക. യേശുവേ എന്ന് വിളിക്കുക. ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്ന ആത്മസാന്നിധ്യം, ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവശക്തി നിങ്ങളുടെ മുറിക്കകത്ത്, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. യേശുവേ എന്ന് വിളിച്ച് ആ ലങ്സ് സൗഖ്യമാകട്ടെ, ആ ക്യാൻസറുകൾ സുഖപ്പെടട്ടെ. ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ കിടന്നായിരിക്കാം നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ തുടങ്ങി. In the name of Jesus, in the mighty name of Jesus. പിതാവേ, നിന്റെ മക്കൾ വിശ്വസിച്ചുകൊണ്ട് എവിടെയാണോ കരങ്ങൾ വെച്ചിരിക്കുന്നത് അവിടേക്ക് നിന്റെ സൗഖ്യത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. കണ്ണുകൾ തുറന്ന് അലക്ഷ്യമായിരിക്കാതെ ഒരൊറ്റ മിനിറ്റ് കണ്ണുകളെ അടച്ച് രോഗമുള്ള ഭാഗത്ത് കൈകൾ വെച്ച് ആ പ്രയാസമുള്ള വിഷയത്തെ എടുത്തുയർത്തി ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചേ. ഒന്നാത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ചിലർക്ക് അനുഭവങ്ങൾ ഉണ്ടാകും. ആ കൈ വെച്ചിരിക്കുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ആ കൈകൾ ഉയർത്തി നിൽക്കുന്നവരിൽ ചിലർക്കൊരു തണുപ്പ് പോലെയും മറ്റു ചിലർക്ക് ചൂട് പോലെയും ഒക്കെ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ ആ നിലയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. രോഗമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അവിടെ ഉണ്ടായ അനുഭവങ്ങൾ, ദൈവത്തിന്റെ കരം, ആ പ്രാണനെ തണുപ്പിക്കുന്ന കരം അവരെ തൊടുന്നതായി അവർ എക്സ്പീരിയൻസ് ചെയ്യും. യേശു കർത്താവ് വചനങ്ങളെ സംസാരിച്ചപ്പോൾ എമ്മൗസിലേക്ക് പോയ കുടുംബം പറഞ്ഞു, അവൻ ഞങ്ങളോട് തിരുവെഴുത്തുകളെ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. ചിലർക്ക് അനുഭവങ്ങൾ ഉണ്ടാകട്ടെ, അനുഭവങ്ങൾ ഉണ്ടാകട്ടെ, അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. In the name of Jesus, Father, in the name of Jesus. Oh yes, 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 yes. Librakatalabaya tolopos. Shakatalayandalayandalas. In the name of Jesus. In the name of Jesus.
right now, Lord. Heal it right now, Lord. Heal it. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ അവരെ തൊടണമേ. Oh, 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 yes, Lord. Heal, 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 heal. ആ രോഗത്തിന്റെ ആത്മാവ് അവരെ വിട്ടുപോകണേ, 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 വിടുവാണ്, 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 അവരെ വിട്ടുവാണ്. യേശുവിൻ നാമത്തിൽ വിടുവാണ്, വിടുവാണ്. യേശുവിൻ നാമത്തിൽ ആ ദുരാത്മാവ് വിടുവാണ്. ആ ശുദ്ധാത്മാവ് വിടുവാണ്. തൊടുകയാണ്, അവളെ തൊടുകയാണ്. പിടിച്ചോ. വോളണ്ടിയേഴ്സ്, you are healed. You are healed. സൗഖ്യം തന്ന കർത്താവിനെ ആ കൈകളൊന്ന് അടിച്ച് നന്ദി പറയാൻ തുടങ്ങി. ഇവിടെ ഇറങ്ങിയിരിക്കുന്ന ദൈവ സാന്നിധ്യം ശരീരത്തിൽ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഉച്ച സ്വരത്തിൽ ആരാധനയായി അതൊന്ന് വെളിപ്പെടുത്തി, അതൊന്ന് വെളിപ്പെടുത്തി. Mighty name of Jesus. ഒത്തിരി ഡീമോണിക് സ്പിരിറ്റുകൾ, അശുദ്ധാത്മാക്കൾ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ജനത്തെ വിട്ടുമാറുന്നത് ഇവിടെ ഇപ്പൊ കണ്ട എത്ര പേരുണ്ട്. അനേക ശരീരങ്ങളിൽ വിടുതൽ നടക്കുകയാണ്. ഈ ചെവി കേൾക്കാൻ മേലാതിരുന്നവർ നേരത്തെ കേട്ട ചെവി ഒന്ന് അടച്ചു നോക്കിയിട്ട് കേൾക്കുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. ഇപ്പൊ ചെയ്യണം പ്രാർത്ഥന. മുൻപുണ്ടായിരുന്ന ബുദ്ധിമുട്ട് ഇപ്പൊ ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. കാരണം വിശ്വാസത്തിന് പ്രവൃത്തിയുണ്ട്. അല്ലെങ്കിൽ തളർന്നു കിടക്കുന്നവനോട് എഴുന്നേറ്റ് നടക്ക എന്ന് യേശു പറയില്ല. പ്രാർത്ഥിച്ചത് വിശ്വാസമാണെങ്കിൽ എഴുന്നേറ്റ് നടക്കുന്നത് അവൻ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ചെക്ക് ചെയ്താട്ടെ.